മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇതിനോട് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ടയും 6 കഷ്ണം ബ്രെഡും എടുത്തിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീറ്റ് ബ്രെഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ അല്പം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ ഫ്രഷ് മിൽക്കും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് സാധാരണ വൈറ്റ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ബ്രെഡെല്ലാം നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ മുട്ട ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പിസയിലൊക്കെ ചേർക്കാറുള്ള മിക്സഡ് ഹെർബ്സ് ആണ്. അതും അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിലേക്ക് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാം. ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട്, മുട്ടയും പാലും ഒക്കെ ചേർത്തിട്ടുള്ള കൂട്ടും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രെഡൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായ പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ബ്രെഡും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ആ കൂട്ടിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് ലെവലാക്കി എടുക്കാം. മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചീസൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു പലഹാരം തന്നെയാണ്. മോസറല്ല ചീസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ മിക്സ്ചറും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ വശം സ്പൂണോ ഒരു സ്പാച്ചുലയോ വെച്ച് ലെവലാക്കി വയ്ക്കാം. ഒരു 5 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഒരു ചട്ടുകം വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെടിയിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന ആ പാനിലേക്ക് ഒരല്പം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ പാനിൽ എല്ലായിടത്തും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. പതിയെ പ്ലേറ്റിൽ നിന്നും ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയതാണ്. ബ്രെഡ് വെറുതെ നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഒക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. ബ്രെഡും ഓംലെറ്റൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചീസൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമ്മൾ പിസ്സയൊക്കെ പോലെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.